ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി കാലാവധി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമാണ്. ഇനി കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് അറസ്റ്റുകൾ ഉണ്ടാകാൻ രണ്ടാമത്തെ വിക്കറ്റ് മുരാരി ബാബുവിൻ്റെതാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് ഈ കസ്റ്റഡി ഉത്തരവിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരെ അടക്കം എല്ലാവരെയും പുറത്തിറക്കി നിർത്തിയതിനു ശേഷമാണ് നടപടിക്രമങ്ങൾ നടന്നത്. കാരണം രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കണം, ഒരു കാര്യവും പുറത്തു പോകരുതെന്ന് ഹൈക്കോടതി നിബന്ധന നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ പുറത്തു പോകരുതെന്നും 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലും ശശിധരന്റെ നേതൃത്വത്തിലുമുള്ള SITക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചുള്ള നടപടികളാണ് പുരോഗമിച്ചത്. എന്തായാലും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ, കോടതിയിൽ നടന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യമുണ്ട്. അനന്തകൃഷ്ണനും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി അഭിലാലും രണ്ടുപേരും കോടതി പരിസരത്ത് തന്നെയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാവണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഈ മാസം 30 വരെ എന്ന സുപ്രധാനമായ വാർത്ത. ഒക്ടോബർ മാസം 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, വിശദാംശങ്ങൾ. ഏറെക്കുറെ 50 മിനിറ്റ് നീണ്ടുനിന്ന കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തെ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് സമീപകാലത്ത് ഏതെങ്കിലും ഒരു കേസിന്റെ ബന്ധപ്പെട്ട അന്വേഷണം 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകുന്നത്. 50 മിനിറ്റ് നേരം കോടതി നടപടിക്രമങ്ങൾ നീണ്ടു നിന്നുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അഭിലാലിന്റെ ഓഡിയോ കട്ടായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അഭിലാൽ, പറഞ്ഞോളൂ. അഭിലാൽ, സമീപകാലത്ത് മറ്റേതെങ്കിലും ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോൾ ഇത്രയും ദീർഘമായ ഒരു ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടതായി സമീപകാലത്ത് എവിടെയും നമ്മുടെ ഓർമ്മയിലില്ല. അത്രത്തോളം ഗൗരവകരമായ ഒരു കേസായി കോടതി ഇതിനെ പരിഗണിച്ചു എന്ന് വേണം കരുതാൻ. എത്ര ദിവസത്തേക്കാണ് അന്വേഷണ സംഘം പ്രതിയെ ആവശ്യപ്പെട്ടത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഈ മാസം 30-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 50 മിനിറ്റ് സമയം അടച്ചിട്ട മുറിയിൽ നടന്ന വിശദമായ നടപടികൾക്ക് ഒടുവിലാണ് അന്വേഷണ സംഘത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മാസം 30 വരെ SITയുടെ കസ്റ്റഡിയിൽ തുടരും. 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് റാന്നി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.